നാടകവേദിയിലേക്കാണ്. നാടകം ഗംഭീര നാടകങ്ങളായിരുന്നു. എല്ലാം അങ്ങേയറ്റം നിലവാരം പുലർത്തിയ സൃഷ്ടികളായിരുന്നു ഹൈസ്കൂൾ വിഭാഗത്തിലും ഇന്ന് നടക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിലും വന്നത് എന്ന് കണ്ട എല്ലാവരും ഒന്നടങ്കം. അപ്പോൾ ഒരു പ്രത്യേക നാടകത്തെ കുറിച്ച് പറയുമ്പോൾ യുദ്ധവും സമാധാനവും ഒക്കെ അത് വളരെ വ്യത്യസ്തമായ ഭാഷയിൽ പറഞ്ഞ ഒരു നാടകത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. അതായത് പല വിഷയങ്ങൾ, ഇപ്പൊ കാലികമായ എല്ലാ വിഷയങ്ങളും നാടകങ്ങളിൽ പ്രമേയമായി വരുന്നുണ്ട്. യുദ്ധവും സമാധാനവും അഭയാർത്ഥി പ്രശ്നവും ഒക്കെ. അങ്ങനെ അഭയാർത്ഥി പ്രശ്നം തീയുമായി വന്ന ഒരു നാടകത്തിന്റെ വിശേഷങ്ങളാണ്. ഐലൻ കുർദിയെയും സഹോദരൻ ഗാലിബിനെയും ലോകമെമ്പാടും അഭയാർത്ഥികളായി നാടുകടത്തപ്പെട്ട യുദ്ധഭീകരതയിൽ പൊലിഞ്ഞു വീണ ഒരു പിടി കുഞ്ഞു ജീവിതങ്ങളെയും ഓർമ്മിപ്പിച്ച് നാടകം ഭാഷ. ലോകത്തെവിടെയായാലും മനുഷ്യന്റെ വികാരങ്ങൾക്ക്, വേദനകൾക്ക്, വിശപ്പിന്, നിസ്സഹായാവസ്ഥയ്ക്ക് ഒരേ ഭാഷയാണ്. ദേശങ്ങൾക്കപ്പുറത്തു നിന്നൊരു കുട്ടി വരുന്നു. ആ കുട്ടിയുമായി നമ്മുടെ കടൽ തീരത്തുള്ള കുറേ കുട്ടികൾ സംവദിക്കുന്നു. അപ്പോൾ അവരുടെ സംവാദങ്ങളും അവരുടെ സംസാരങ്ങളും അവരുടെ സൗഹൃദവും ഭാഷയ്ക്കൊക്കെ അതീതമായി മുന്നോട്ടേക്ക് വളരുകയും അവസാനം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം അവശേഷിപ്പിച്ച് ഒരു അവൻ്റെ പ്രതീകമായ ഒരു പ്രാവിനെ വേദിയിൽ അവശേഷിപ്പിച്ച്, ഒരു വെള്ളരിപ്രാവിനെ അവശേഷിപ്പിച്ചുകൊണ്ട് ആ കുട്ടി പ്രേക്ഷകർക്കിടയിലേക്ക് നടന്നു മറയുകയാണ് ചെയ്യുന്നത്. സദസ്സിനെ ഊറിച്ചിരിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ നാടകം പകുതിക്ക് ശേഷം പ്രേക്ഷകർ ശ്വാസമടക്കി പിടിച്ചിരുന്ന് കണ്ട രംഗങ്ങൾ. ഹൃദയമുള്ള ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ കനൽ കോരിയിട്ടാണ് നാടകം അവസാനിച്ചത്. ഷബീർ കലിനൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1.